ഗുഡ് മോർണിംഗ്. ദ ഹിന്ദു എഡിറ്റോറിയൽ അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ട്രംപുമായി ബന്ധപ്പെട്ട ഒരു എഡിറ്റോറിയലാണ്. ടെന്യൂസ് പ്ലേ, ദുർബലമായ വാദം. നമുക്കറിയാം, ഒരു കോൺട്രവേഴ്ഷ്യൽ ഫിഗറാണ് ട്രംപ്. ഇപ്പോൾ അദ്ദേഹം പല കേസുകളും കുറ്റപത്രങ്ങളും അമേരിക്കൻ കോടതികളിൽ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ വാദങ്ങൾ നടക്കുന്നു. അതുപോലെ 2024 ഇലക്ഷൻ കാൻഡിഡേറ്റാണ് അദ്ദേഹം, റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ. അപ്പോൾ അതേ സംബന്ധിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. നമുക്ക് ചില കീവേഡ്സുകൾ നോക്കാം. അല്ലെ, ഫസ്റ്റ് ഹെഡിങ്ങിലുള്ള ടെന്യൂസ്, TNUOUS, ടെന്യൂസ്. ടെന്യൂസ് എന്ന് പറഞ്ഞാൽ ദുർബലമായ, വളരെ ബലമില്ലാത്ത. ടെന്യൂസ് പ്ലീ എന്ന് പറഞ്ഞാൽ ദുർബലമായ വാദം, കോടതിയിൽ ഉന്നയിക്കുന്ന ദുർബലമായ വാദം. വേറൊരു വേർഡ് ഇൻഡൈറ്റ്മെൻറ്റ്, ENDICTMENT, ഇൻഡൈറ്റ്മെൻറ്റ്. ഇൻഡൈറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ കുറ്റം ചുമത്തുക, അല്ലെ കുറ്റാരോപണം. ഇപ്പോൾ കേസിൽ ആദ്യമായിട്ടുള്ള ചാർജ് ചെയ്യുന്നതിന് ഇൻഡൈറ്റ്മെൻറ്റ് എന്ന് പറയും. വേറൊരു പദമാണ് വിഷിയേറ്റ്, VITIATE, വിഷിയേറ്റ്. മലിനമാക്കുക, ദുഷിപ്പിക്കുക, ഇതാണ് വിഷിയേറ്റ്. വേറെ എന്താണ് ഹോട്ട് ബട്ടൺ ഇഷ്യൂസ്. ഹോട്ട് ബട്ടൺ ചൂടേറിയ സുപ്രധാനമായ ഹോട്ട് ബട്ടൺ ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ വളരെ സുപ്രധാനമായ ചൂടേറിയ വിഷയങ്ങൾ. ബെഹോവ്, ഇറ്റ് വുഡ് ബെഹോവ് എന്ന് പറഞ്ഞാൽ അനുയോജ്യമായത്, അല്ലെങ്കിൽ അനുപേക്ഷണീയമായ കാര്യം, അഭിലഷണീയമായ കാര്യം. അതുപോലെ വേറെ പദമാണ് റെസ്ട്രെയിൻഡ്, RESTRAINT, റെസ്ട്രൈൻഡ്, സംയമനം, വിട്ടുനിൽക്കുക, പാലിക്കുക. ഓക്കെ. ഡാമ്പൻ എന്ന് പറഞ്ഞാൽ മങ്ങിപ്പോവുക, ശോഭ നഷ്ടപ്പെടുക. ഓക്കെ, വി വിൽ മൂവ് ടു ദ ഡീറ്റെയിൽസ്. Former US President Donald Trump has pled not guilty to 37 charges related to willfully withholding classified documents from the White House and obstructing justice in their return. Former US President Donald Trump has pled, അദ്ദേഹം അപേക്ഷിച്ചിട്ടുണ്ട്, not guilty of 37 charges related to willfully withholding classified documents. അദ്ദേഹത്തിൻ്റെ എതിരെയുള്ള ചാർജുകളിൽ താൻ കുറ്റക്കാരനല്ലെന്ന് വാദിച്ചാണ്. എന്താണ് കേസുകൾ? റിലേറ്റഡ് വിൽഫുള്ളി വിത്ത് ഹോൾഡിംഗ് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് ഫ്രം ദ വൈറ്റ് ഹൗസിൽ നിന്ന് ഉള്ള ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ്, രഹസ്യരേഖകൾ, സുപ്രധാനമായ രേഖകൾ, അവ തടഞ്ഞു വെച്ചത് ഒന്ന്. അതുപോലെ ഒബ്സ്ട്രക്റ്റിംഗ് ജസ്റ്റിസ് ഇൻ ദ റിട്ടേൺ, അത് വീണ്ടെടുക്കാൻ നീതിയെ തടസ്സപ്പെടുത്തുന്ന വിധത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തു. ഇതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കേസ്. ഓഫ് ദീസ് ചാർജസ്, ഈ കുറ്റങ്ങൾ 31 റിലേറ്റഡ് ടു എസ്പിനേജ് ആക്ട് വയലേഷൻ. അത് പല കേസുകളുണ്ട്. അതിൽ 31 ചാരവൃത്തി നിയമലംഘനങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. സം വിത്ത് പൊട്ടൻഷ്യൽ പ്രിസൺ സെൻറ്റൻസ് ഓഫ് 20 years, ചിലത് 20 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന കേസുകളാണ്. ആഫ്റ്റർ ഹി വാസ് arraigned in court and entered his plea in Miami, Florida, Mr. Trump was released on bond with the condition that he would not be permitted to discuss the case with a specific list of witnesses in the case.
അദ്ദേഹം ആഫ്റ്റർ ഹി വാസ് അറൈൻഡ് ഇൻ കോർട്ട്, ഫ്ലോറിഡയിലെ മിയാമി കോടതിയിൽ ഹാജരാക്കിയ ശേഷം ഹർജി സമർപ്പിച്ച ട്രംപിനെ സാക്ഷികളുമായി കേസ് ചർച്ച ചെയ്യാൻ അനുവദിക്കില്ലെന്ന വ്യവസ്ഥയോടെ ജാമ്യത്തിൽ വിട്ടയച്ചു. ഓക്കെ, ആഫ്റ്റർ ഹി വാസ് അറൈൻഡ് ഇൻ കോർട്ട് ആൻഡ് എൻറ്റേർഡ് ഹിസ് പ്ലീ ഇൻ മിയാമി, ഫ്ലോറിഡ, മിസ്റ്റർ ട്രംപ് വാസ് റിലീസ്ഡ്. അദ്ദേഹത്തെ റിലീസ് ചെയ്തു ഓൺ ബോണ്ട് വിത്ത് എ കണ്ടീഷൻ, ഒരു വ്യവസ്ഥകളോടെ, ദാറ്റ് ഹി വുഡ് നോട്ട് ബി പെർമിറ്റഡ്, അദ്ദേഹത്തിന് അനുമതിയില്ല, ടു ഡിസ്കസ് ദ കേസ് വിത്ത് ആ സ്പെസിഫിക് ലിസ്റ്റ് ഓഫ് വിറ്റ്നസസ് ഇൻ ദ കേസ്. കേസിലെ സാക്ഷികളുമായി ചർച്ച ചെയ്യാൻ പാടില്ല, അവരുമായി സംസാരിക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയോടെ. ഓക്കെ, this is the second indictment that the 45th president has been slapped with, following a prior one relating to allegation that he paid hush money to adult film star Stormy Daniels, potentially in violation of federal campaign finance law, a felony. This is the second indictment. ഇത് രണ്ടാമത്തെ കുറ്റപത്രമാണ് അദ്ദേഹത്തിനെതിരെയുള്ള. This is the second indictment that the 45th president has been slapped with. 45ാമത്തെ പ്രസിഡൻറ്റിന് ചാർത്തപ്പെടുന്ന രണ്ടാമത്തെ കുറ്റപത്രമാണ്. ഫോളോയിങ് എ പ്രിയർ വൺ, മുമ്പുള്ള ഒന്ന് റിലേറ്റിംഗ് ടു അലിഗേഷനുമായി ബന്ധപ്പെട്ടതാണ്. ദാറ്റ് ഹി പെയ്ഡ് ഹഷ് മണി, അദ്ദേഹം ഹഷ് മണി കൊടുത്തു, അതായത് പണം, ടു ആൻ അഡൾട്ട് ഫിലിം സ്റ്റാർ സ്റ്റോമി ഡാനിയൽസ്. സ്റ്റോമി ഡാനിയൽസിന് അദ്ദേഹം ഹഷ് മണി, മൗനം പാലിക്കാൻ വേണ്ടി, ഈ കാര്യത്തെപ്പറ്റി സംസാരിക്കാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന മൗനം പാലിക്കാൻ വേണ്ടി കൊടുത്ത ഹഷ് മണി, ആ കുറ്റമാണ് ആരോപണവുമായി ബന്ധപ്പെട്ട് ഉള്ള ഒന്ന്. പൊട്ടൻഷ്യലി ഇൻ വയലേഷൻ ഓഫ് ഫെഡറൽ ക്യാമ്പയിൻ ഫിനാൻസ് ലോ, അത് ഫെഡറൽ നിയമങ്ങളുടെ ലംഘനമാണ്. ധനശേഖരണം സംബന്ധിച്ചുള്ള ഫിനാൻഷ്യൽ ക്യാമ്പയിൻ, ഫിനാൻഷ്യൽ ലോ, ഫെഡറൽ ക്യാമ്പയിൻ അതിൻ്റെ വയലേഷനാണ്. ഓക്കെ, അപ്പോൾ ധനശേഖരണം, എത്രയാണ് ഫണ്ടിങ്, അതിനെ സംബന്ധിച്ചുള്ള ഫെഡറൽ നിയമങ്ങളുടെ ലംഘനത്തിനാണ്. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് എ ഫെലണി. ഫെലണി എന്ന് പറഞ്ഞാൽ ഒരു ഗൗരവമേറിയ കുറ്റത്തിനാണ് ഫെലണി എന്ന് പറയാം. അമേരിക്കൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ക്രൂരമായ അല്ലെങ്കിൽ കടുത്ത കുറ്റകൃത്യമാണ് ഫെലണി. The latest charges relate to more than 100 classified documents discovered at his private residence in Florida. In August, some allegedly pertaining to defense and weapons capabilities of the US and other countries. According to prosecutor, Mr. Trump hoarded and hid the files and then went on the engage in conspiracy to obstruct the FBI's inquiry with the help of an aide. Mr. Trump hoarded and hid the files. അദ്ദേഹം ഫയലുകൾ പൂഴ്ത്തിവെക്കുകയും ഒളിപ്പിച്ച് വെക്കുകയും ചെയ്തു. ആൻഡ് ദെൻ വെൻറ്റ് ഓൺ ടു എൻഗേജ് ഇൻ എ കോൺസ്പിറസി ടു ഒബ്സ്ട്രക്ട്സ് FBI എൻക്വയറിയെ തടസ്സപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം കോൺസ്പിറസി തിയറിയിലേക്ക് പോയി. കോൺസ്പിറസി പ്രചരിപ്പിച്ചു വിത്ത് ഹെൽപ്പ് ഓഫ് എൻ ഐഡ്, ഒരു എയ്ഡിൻ്റെ സഹായത്തോടെ. Unsurprisingly, both indictments have been used by the Trump campaign to fuel its mobilization effect. Unsurprisingly, ആശ്ചര്യമില്ല, അത്ഭുതമില്ല,
ബോത്ത് ഇൻഡൈറ്റ്മെൻറ്റ്സ്, രണ്ട് കുറ്റപത്രങ്ങളും ഹാവ് ബീൻ യൂസ്ഡ് ബൈ ട്രംപ് ക്യാമ്പയിൻ അവരുപയോഗിക്കുന്നു ടു ഫ്യൂവൽ ഇറ്റ്സ് മൊബിലൈസേഷൻ എഫേർട്സ്, അവരുടെ പ്രചരണായുധമായിട്ട് അവരുപയോഗിക്കുന്നു. നോട്ട് ഓൺലി റിപ്പീറ്റഡ് മെസ്സേജിങ് അബൌട്ട് എ വിച്ച് ഹണ്ട്, തെരഞ്ഞെടുത്ത് വേട്ടയാടുകയാണ് എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതോടൊപ്പം വിച്ച് ഹണ്ട്, തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണെന്ന മെസ്സേജ് അവർ പ്രചരിപ്പിക്കുന്നു. ബട്ട് ഓൾസോ മിസ്ഇൻഫർമേഷൻ, അതോടൊപ്പം തെറ്റായ വിവരങ്ങളും അവർ പ്രചരിപ്പിക്കുന്നു. റിഗാർഡിംഗ് ദ അലേജ്ഡ് culpability of the US President Democrat Joe Biden and Ms. Trump's 2016 Democratic rival and former Secretary of State Hillary Clinton, അതുപോലെ ഹിലരി ക്ലിൻ്റനും ജോ ബൈഡനും ഇപ്പോഴത്തെ അമേരിക്കൻ പ്രസിഡൻറ്റും അവരൊക്കെ കുറ്റക്കാരാണെന്നും അവർ ശിക്ഷാർഹരാണെന്നും ഉള്ള സന്ദേശവും അവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ജോ ബൈഡൻ, ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ജോ ബൈഡൻ തൻ്റെ 2016 എതിരാളിയായ ഹിലരി ക്ലിൻ്റൺ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയായ ഹിലരി ക്ലിൻ്റൺ, അവരും കുറ്റത്തിനും ശിക്ഷാർഹരാണ് എന്ന മെസ്സേജ് ട്രംപ് ക്യാമ്പ് ആ തെറ്റായ ഇൻഫർമേഷനും പ്രചരിപ്പിക്കുന്നുണ്ട്. ഇറ്റ്സ് ട്രൂ ദാറ്റ് ക്ലാസിഫൈഡ് ഡോക്യുമെൻറ്റ്സ് were also discovered on properties linked to Mr. Biden in Delaware, including some dating back to his time as Senator and Vice President and Indiana residence of former Republican Vice President Mike Pence. It is true, അത് സത്യമാണ്, that classified documents were also discovered, ചില രഹസ്യരേഖകൾ കണ്ടെത്തിയിട്ടുണ്ട് ഓൺ പ്രോപ്പർട്ടീസ് ലിങ്ക് ടു ബൈഡൻ ഇൻ ഡെലവറിലെ ബൈഡനുമായി ബന്ധപ്പെട്ട ചില പ്രോപ്പർട്ടികളിൽ വെച്ച് ചില രഹസ്യരേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് സം ഡേറ്റിംഗ് ബാക്ക് ടു ഹിസ് ടൈം എ സെനറ്റർ ആൻഡ് വൈസ് പ്രസിഡൻറ്റും സെനറ്ററുമായ ആളുടെ മുമ്പുള്ള ഡേറ്റുള്ള ആൻഡ് ഇൻ ദ ഇന്ത്യാന റെസിഡൻസ് ഫോമർ പ്രസിഡൻറ്റ് വൈസ് പ്രസിഡൻറ്റ് മൈക്ക് പെൻസിൻ്റെ വൈസ് പ്രസിഡൻ്റായ മൈക്ക് പെൻസിൻ്റെയും റെസിഡൻസിൽ ചില രേഖകൾ കിട്ടിയിട്ടുണ്ടെന്നത് സത്യമാണ്. യെറ്റ് നോ കൺക്ലൂഷൻ ഹാസ് ബീൻ റീച്ച്ഡ് ബൈ ദ അതോറിറ്റീസ് റിഗാർഡിംഗ് ഓൺഗോയിങ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദീസ് പൊട്ടൻഷ്യൽ ബ്രീച്ചസ്. ഇവിടെയുള്ള നിയമലംഘനങ്ങളിലേക്ക് ഉള്ള ഒരു കൺക്ലൂഷൻ, തീർപ്പ് ഇതുവരെ അധികൃതർ എത്തിയിട്ടില്ല ഈ അന്വേഷണത്തിൽ. Meanwhile, every turn of the screw in the Trump cases is further being used to vitiate the political ecosystem with an eye on the 2024 presidential election. ഇപ്പോൾ meanwhile, അതേസമയം every turn of the screw in the Trump cases, പക്ഷേ ട്രംപിൻ്റെ കേസിൽ ഓരോ വഴിത്തിരിവും അത് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എവരി ടേൺ യൂസ്ഡ് ടു വിഷിയേറ്റ് ദ പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം വിത്ത് ആൻ ഐ ഓൺ 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷൻ. 2024 പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ കണ്ണുവെച്ചുകൊണ്ട് ഇതിനെ ഓരോന്നിനെയും പൊളിറ്റിക്കൽ എക്കോസിസ്റ്റത്തെ മലിനമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. വിഷിയേറ്റ്, VITIAT, വിഷിയേറ്റ് പൊളിറ്റിക്കൽ എക്കോസിസ്റ്റം, രാഷ്ട്രീയ രംഗം മലിനമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. The electorate was already bitterly polarized on hot button issues. സമ്മതിദായകർ, വോട്ടർമാർ വാസ് ഓൾറെഡി ബിറ്റർലി പോളറൈസ്ഡ്, അവർ ശരിയായ രീതിയിൽ പോളറൈസ്ഡ് ആയിട്ടുണ്ട് ഓൺ ഹോട്ട് ബട്ടൺ ഇഷ്യൂസ്. വളരെ ചൂടുപിടിച്ച വിഷയങ്ങളിൽ അവർ ഏതായാലും പോളറൈസ്ഡ് ആയിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള ധ്രുവീകരണം
ധ്രുവീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹോട്ട് ബട്ടൺ ഇഷ്യൂസ് ഫ്രം ദ എക്കോണമി ആൻഡ് ജോബ്സ് ടു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ് ആൻഡ് ഇമിഗ്രേഷൻ റിഫോം. എന്തൊക്കെയാണ് ഹോട്ട് ബട്ടൺ ഇഷ്യൂ? പ്രധാനപ്പെട്ട ചൂടുപിടിച്ച വിഷയങ്ങൾ എക്കോണമിയാണ്, സാമ്പത്തികം, ജോബ്സ്, തൊഴിൽ, ടു റീപ്രൊഡക്റ്റീവ് റൈറ്റ്സ്, അതുപോലെ പുനരുൽപാദനത്തിൻ്റെ അവകാശങ്ങൾ, ഇതൊക്കെയാണ്. അതുപോലെ മറ്റ് എമിഗ്രേഷൻ റിഫോം, ഇവിടെയുള്ള കുടിയേറ്റ നിയമങ്ങളുടെ റിഫോം, ഇതൊക്കെയാണ് ഹോട്ട് ബട്ടൺ ഇഷ്യൂസ്. അത്തരം വിഷയങ്ങളിൽ വോട്ടർമാർ ഓൾറെഡി ധ്രുവീകരണത്തിലാണ്. ബാറിംഗ് റെയർ എക്സെപ്ഷൻസ് such as the recent coming together of Republicans and Democrats to raise the national debt ceiling and narrowly avoid a spiraling credit rating crisis. റിപ്പബ്ലിക്കന്മാരും ഡെമോക്രറ്റുകളും ചേർന്നുള്ള അപൂർവ സന്ദർഭങ്ങൾ ഒഴികെ, എക്സെപ്ഷൻ ഒഴികെ അവർ ഒന്നിച്ചിരുന്നുകൊണ്ട് തീരുമാനങ്ങളെടുത്തത് ഉഭയകക്ഷി ബന്ധങ്ങൾ, ബൈപാർട്ടിഷൻ, അത് വളരെ വിരളമാണ്. അത് ദേശീയഘടകത്തിൻ്റെ പരിധി ഉയർത്തുന്നതും ക്രെഡിറ്റ് റേറ്റിംഗ് പ്രതിസന്ധിയെ ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട അപൂർവ സന്ദർഭങ്ങളിൽ ഒഴികെ ഇവിടെ ഹാസ് ബീൻ ഇൻ സ്കെയർ സപ്ലൈ, വളരെ വിരളമാണ്. അവരുടെ ബൈപാർട്ടീഷൻ, ബാറിംഗ് റെയർ എക്സെപ്ഷൻസ് സച്ച് ദ റീസെൻറ്റ് കമ്മിങ് ടുഗദർ of Republicans and Democrats to raise the national debt ceiling and narrowly avoid the spiraling credit rating crisis. Bipartisanship has been in scarce supply, വളരെ വിരളമാണ്, അപൂർവമാണ്. Okay, the post-COVID economic rebound has been dampened by the ഇൻഫ്ലേഷണറി ഫിയേഴ്സ്. അതുപോലെ കോവിഡിന് ശേഷമുള്ള സാമ്പത്തിക പുനരുജ്ജീവനം, പണപ്പെരുപ്പ ഭീതി മൂലം, പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, അതുമൂലം എന്തായിരിക്കുന്നു? മങ്ങിയിരിക്കുന്നു. ഓക്കെ, ആൻഡ് മച്ച് വർക്ക് റിമൈൻസ് അൺഫിനിഷ്ഡ് ടു ഫോർട്ടിഫൈ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം. പൊതുജനാരോഗ്യം ശക്തിപ്പെടുത്താൻ ആവശ്യമായ പലതും പൂർത്തിയാക്കാനുണ്ട്. ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ് ഓൺ എവറി ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു പൊട്ടൻഷ്യൽ റോങ് ഡൂയിങ് ബൈ പൊളിറ്റിക്കൽ ലീഡേഴ്സ്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ തെറ്റുകൾ, അവർ ചെയ്ത കുറ്റങ്ങളുടെ കാര്യത്തിൽ നിയമം അതിൻ്റെ വഴിക്ക് പോകും, അല്ലെങ്കിൽ നിയമം അതിൻ്റെ വഴിക്ക് സഞ്ചരിക്കും. ദ ലോ വിൽ ടേക്ക് ഇറ്റ്സ് കോഴ്സ്. നിയമം അതിൻ്റെ വഴിക്ക്, അന്വേഷണം നിയമത്തിൻ്റെ വഴിക്ക് നടക്കും. ഓക്കെ, even so, as the US enters the deep end of the campaign cycle, it would behove all parties to show restraint in putting out extremist view and focus on the greater good of all Americans. Even so, as the US enter the deep end of the campaign cycle, ഈ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക്, സുപ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഈ ക്യാമ്പയിൻ്റെ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ, സുപ്രധാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ, ഇറ്റ് വുഡ് ബിഹോവ്, ഏറ്റവും അഭിലഷണീയമായത്, ഓൾ പാർട്ടീസ്, എല്ലാ പാർട്ടികൾക്കും ടു ഷോ റെസ്ട്രൈൻ, വിട്ടുനിൽക്കുന്നതാണ്, സംയമനം കാണിക്കുന്നതാണ്. ഇൻ പുട്ടിംഗ് ഔട്ട് എക്സ്ട്രീമിസ്റ്റ് വ്യൂസ്, തീവ്രവീക്ഷണങ്ങൾ ഒഴിവാക്കുന്നതാണ്. ആൻഡ് ഫോക്കസ് ഓൺ ദ ഗ്രേറ്റർ ഗുഡ് ഓഫ് ഓൾ അമേരിക്കൻസ്, എല്ലാ അമേരിക്കക്കാരുടെയും നന്മയെ കരുതി തീവ്രവീക്ഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ നിന്ന് എല്ലാ കക്ഷികളും വിട്ടുനിൽക്കുന്നതാണ് അഭിലഷണീയമായിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.